നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരൊരു നോട്ടീസും തന്നിട്ടുണ്ട്. എടാ, ഉപേന്ദ്രൻ ചതിച്ചടാ. നമ്മുടെ വീടും പറമ്പൊക്കെ ജപ്തി ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇത് എന്തൊക്കെ പറയുന്ന ജപ്തിയോ? അതേടാ, എല്ലാവരും കൊണ്ടുപോകും. ഇത് നമുക്ക് കഴിക്കാൻ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങളിത് എവിടെയായിരുന്നു? കുറെ നേരം ആയാലും രണ്ടുപേരും കൂടി കറക്കം തുടങ്ങിയിട്ട്. അമ്മേ, ബിഗ് ഫ്രണ്ടിന് ഒരുപാട് സൂപ്പർ കഥകളൊക്കെ അറിയാൻ കേട്ടോ. എനിക്കിപ്പോ എത്ര കഥകളാണോ പറഞ്ഞു തന്നെ. അമ്മ പറയുന്ന പോലത്തെ കഥകളൊന്നും അല്ല, എല്ലാം നല്ല കിടിലൻ കഥകളാ. അല്ലേ ബിഗ് ഫ്രണ്ടേ? പിന്നല്ലാതെ. അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി ഇത്ര നേരം കഥ പറഞ്ഞോണ്ട് നടക്കുമായിരുന്നോ? ഏയ്, ഊഞ്ഞാലാടി, എന്നെ ബൈക്കിൽ ചുറ്റാൻ കൊണ്ടുപോയി, പിന്നെ മീൻ പിടിച്ചു. ഓ, മീനോ? അതെവിടെ കിട്ടി? നമ്മുടെ കുളത്തീന്ന്. എന്നിട്ട് വലിയൊരു വീപ്പയിലാക്കി വളർത്താൻ ഇട്ടേക്കുക. ഓ, ഇനി അതിന് ചോറും കറികളൊക്കെ കൊടുക്കണം, എന്നാലേ അത് വളരൂ. അല്ലേ ബിഗ് ഫ്രണ്ടേ? അപ്പൊ രണ്ടുപേരും കൂടി ഈ ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. ചായ നന്നായിട്ട് ആറി, ഞാൻ വേറെ എടുത്തോണ്ട് വരാം. എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്നിട്ട് ഊഞ്ഞാല് കെട്ടിട്ട് എങ്ങനെയാ? ബിഗ് ഫ്രണ്ട് ആട്ടിയോ? പറഞ്ഞോട്. ആട്ടിയോന്നോ? എന്ത് ഉയരത്തിൽ ആട്ടിയെന്നറിയോ? ഞാൻ ഇതുവരെ ഇത്രയും ഉയരത്തിൽ ആടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആടി. സ്നേഹം മുഴുവൻ മോൾക്ക് മാത്രം കൊടുത്താ പോരെ. ഈ പാവം പിടിച്ച അമ്മയും ഇവിടെ ഉണ്ട്. എന്താ അമ്മ പറഞ്ഞേ? പറ അമ്മ, എന്താ പറഞ്ഞേന്ന്? എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. എനിക്കും ഉയരത്തിലൊക്കെ ഊഞ്ഞാലാടണമെന്ന് മോഹമൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, എന്നാ നമുക്ക് ഇനിയും പോവാം, അല്ലേ ബിഗ് ഫ്രണ്ടേ? ഓ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളെയൊക്കെ ബോധപൂർവം ചിലരങ്ങ് മറക്കും. പറഞ്ഞു കൊടുക്ക് സത്യമോളെ. നമ്മള് വലിയ കയറിട്ടിട്ടാണ് ഊഞ്ഞാല് കെട്ടിയത്. അതിൽ ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും പോയിട്ട് ആടാന്ന് പറ. നമുക്ക് അമ്മേനെ ഇരുത്തിയാട്ടാം. ആഹാ, ഇനിയും സംസാരിച്ചിരുന്ന് ചായ തണുപ്പിച്ച് കളയല്ലേ? ദേ, രണ്ടുപേരും ഇപ്പൊ തന്നെ ചായ കുടിച്ചേക്കണം. ഇനി ഇതിന്റെ പേരിൽ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് രണ്ടുപേരും എന്നെ വഴക്ക് കേൾപ്പിക്കരുത്. അയ്യോ, ചൂടാ, എനിക്ക് കുടിക്കാൻ പറ്റില്ല. ഓ, ഞാൻ ഊതി തരാം. ഓക്കെ. വിഷ്ണുട്ടാ, ഇതൊക്കെ എന്റെ സത്യമോൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാ. അച്ഛന്റെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കുക, അച്ഛന്റെ ഒപ്പം ബൈക്കിൽ പോവുക, അങ്ങനെയെല്ലാം. ഇനി ബിഗ് ഫ്രണ്ട് കുടിക്കേ. ഇങ്ങനെയൊക്കെ അവൾ അറിയാതെയാണെങ്കിലും അവളുടെ ഓരോ ആഗ്രഹങ്ങളും വിഷ്ണുവേട്ടൻ സാധിച്ചു കൊടുക്കണം. അങ്ങനെ അവള് മനസ്സിലാക്കട്ടെ ഇങ്ങനെ ഒരു അച്ഛന്റെ സ്നേഹം. അല്ല, ഇനി മധുരം കഴിക്കണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ.
ലഡു വേണോ ജിലേബി വേണോ അതിന് മൈസൂർ പാക്ക് വേണോ? ഇത് ജിലേബി. ജിലേബിയാ? ഓക്കേ. ഇനി ബിഗ് ഫ്രണ്ട് കഴിക്ക്. എടി ഭയങ്കരി. ഇവിടെ ഇപ്പൊ സംഭവിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കു തന്നെ. ഇവിടെ ഇനി എന്തൊക്കെ വരാൻ പോകുന്നുവോ അതിന്റെ എല്ലാ കാരണങ്ങൾക്കും നീ ഒരൊറ്റ ഒരാൾ തന്നെ കാരണക്കാരി. മോളെ ഒരു മിനിറ്റ്, ഞാൻ പോരാം. ആരാ അമ്മ ഇപ്പൊ ബിഗ് ഫ്രണ്ടിനെ വിളിച്ചേ? അറിയില്ല മോളെ. ആ അമ്മ എന്താ വിളിച്ചേ? മോനെ, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ തന്നെ ഉണ്ട്. എന്താ കാര്യം? എന്താ? എടാ, ഇവിടെ ഇപ്പോ റവന്യൂ ഉദ്യോഗസ്ഥര് വന്നിരുന്നടാ. അവരൊരു നോട്ടീസും തന്നിട്ടുണ്ട്. എടാ, ഉപേന്ദ്രൻ ചതിച്ചടാ. നമ്മുടെ വീടും പറമ്പൊക്കെ ജപ്തി ചെയ്യുന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? ജപ്തിയോ? അതേടാ, എല്ലാവരും കൊണ്ടുപോകും. ആ മരം മുറിച്ചതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാ പറയുന്നത്. കാര്യങ്ങളുടെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രോഹിത്തിനെ വിളിച്ചിട്ട് അവനാണെങ്കിൽ കിട്ടുന്നില്ല. അല്ലമ്മ, ഇത് ആ മന്ത്രിക്ക് ഇടപെട്ട കേസല്ലേ? നമുക്ക് ആ മന്ത്രിയോട് സംസാരിച്ചാലോ? എടാ, അതൊക്കെ ഞാൻ സംസാരിച്ചു. അയാളിപ്പോ പറയുന്നത് അയാളുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്ന. ആരെയാ ഞാനിപ്പോ വിശ്വസിക്കേണ്ടത്? സ്വന്തം നിഴലിനെ പോലെ എനിക്കിപ്പോ പേടിയാ. എടാ, എന്ത് ചെയ്യണമെന്ന് ഒരു എത്തുപിടിയില്ലടാ എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.